സാർ, ഈ സർക്കാരിനോടുള്ള നിലപാടിലും ശബരിമല വിഷയത്തിലും അപ്പോൾ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഈ ഒരു മാറ്റമില്ല. ഇത് ഈ വിഷയത്തിൽ മാത്രമേ ഉള്ളൂ. അല്ല, എല്ലാം സമദൂരത്തിൽ അടിസ്ഥാനമാണ്. സർക്കാരിൻ്റെ കാര്യത്തിലായാലും പാർട്ടിയുടെ കാര്യത്തിലായാലും എല്ലാം സമുദായങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞങ്ങളെല്ലാവരോടും നല്ല ഇത് സൗഹൃദം വെച്ച് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. നല്ല കാര്യം, അദ്ദേഹത്തിന് അങ്ങനെ കൊടുത്തെങ്കിൽ നല്ല കാര്യമാണ്. ചില അടിസ്ഥാന മൂല്യങ്ങൾ ബലികഴിപ്പിക്കാതുള്ള ഐക്യമെന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. അന്ന് സാർ തന്നെ പറഞ്ഞു, ലീഗാണ് നേരത്തെ ഭിന്നത ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ SNDP അകറ്റിയത്. സംഭരണ കാര്യത്തിലല്ലേ പറഞ്ഞു. അന്ന് സംഭരണ കാര്യത്തിൽ അതെല്ലാം പോയല്ലോ. സംഭരണത്തിനൊരു തീരുമാനം ഉണ്ടായില്ലേ. സൗഹൃദം തുടരും, എല്ലാവരുമായിട്ടും ഒരുപോലെ സൗഹൃദം തുടരും. എല്ലാ സമുദായ സംഘടനകളും മതസംഘടനകളും രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും എല്ലാം ചെയ്യുന്നു. പ്രതിപക്ഷ നേതാവിനെതിരെ ആയിരുന്നല്ലോ ചില കാര്യങ്ങളിൽ ഒരു ഐക്യം. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ അതെന്താ പറയുന്നത്? ഞാൻ പറഞ്ഞതെന്താ, അദ്ദേഹം എത്രയും പ്രായമുള്ള ഒരാളിനെ, ഒരു സമുദായ നേതാവിനെ ആവശ്യമില്ലാത്ത ഭാഷയിൽ ആരും വ്യാഖ്യാനിക്കുന്നത് ഏത് രാഷ്ട്രീയ നേതാവായാലും അത് തെറ്റാണെന്നാണ് പറഞ്ഞത്. ഏത് രാഷ്ട്രീയ നേതാവായാലും അത് തെറ്റാണെന്നാണ് പറഞ്ഞത്. വെള്ളാപ്പള്ളി മറ്റേ BD സതീശനാണ് ആണെന്ന് ഞാനതിൽ പറഞ്ഞു. നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ ഇതെല്ലാം, എഴുതി തന്നതിനകത്തുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ പിന്നെ കറക്ഷൻ കൊടുത്തതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ഞങ്ങൾ SNDP NSSുമായി ആലോചിക്കുന്നിടത്ത് മറുഭാഗത്ത് ഈ BD സതീശനെ കൊണ്ടുവരേണ്ട കാര്യം അയാളെ അങ്ങനെ വലുതാക്കേണ്ട കാര്യമില്ലായിരുന്നു ഞാൻ അന്നേരം പറഞ്ഞതാണ്. ഈ ഐക്യ പ്രഖ്യാപന നീക്കത്തിന് പിന്നിൽ കോൺഗ്രസിനെതിരെ CPMന്റെ ഒരു നീക്കം എന്ന തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അത് അങ്ങനെയൊക്കെ ഒരു ബോധ്യവും ഞാൻ അതിലൊന്നും ഇടപെടുകയില്ല. ഞാൻ അതിനകത്തൊന്നും പറയത്തില്ല. രാഷ്ട്രീയക്കാര്യം ഒന്നും ഞാൻ പറയത്തില്ല. സംസ്ഥാന സർക്കാരിനോട് ശബരിമല വിഷയത്തിലും അതേ നിലപാട് തന്നെ തുടരും. തീർച്ചയായിട്ടും ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അതേ പടി തരും. ഇത് അതൊരു രൂപത്തിൽ വന്നില്ലല്ലോ. അത് വരുമ്പോഴേ അങ്ങ് ചീറ്റിപ്പോയില്ലേ. ഇത് അടഞ്ഞ അധ്യായമാണ്, അത് സംശയമില്ല. ഏതാ? ഒന്നുമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി എന്താ വെച്ചാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളുകളുണ്ട്, അംഗങ്ങൾ. അവരുടെ രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ അവരുടെ സംഘടനയെ സ്നേഹിക്കുന്നവരാണ്. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കരുത് എന്ന് കണ്ടിട്ടാണ് അതങ്ങനെ പറയുന്നത്. എല്ലാം അറിഞ്ഞുകൂടാ, ഞങ്ങൾക്കറിവില്ല. മകനെ വിട്ടതിലാണ് ഏതാ? അതല്ല, മറ്റൊരു രാഷ്ട്രീയമായിട്ട് സംസാരിക്കാത്ത ഒരാളുടെ അടുത്ത് ഒരു രാഷ്ട്രീയക്കാരനെ പറഞ്ഞു വിട്ടാൽ എന്ത് ചെയ്യും? അത് അദ്ദേഹത്തിൻ്റെ മകനെ പറഞ്ഞു വിടുക. അതാണോ? അത് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി. കാരണം അയക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. അതിനുശേഷം വരാതിരുന്ന ഉടനെ തന്നെ അറിയിച്ചിരുന്നു. അല്ല, അത് അവർ വരുന്നുമില്ലല്ലോ, ഇപ്പോഴും തീരുമാനം എടുത്ത് വന്നില്ലല്ലോ. അപ്പം ഇത് ഒരു എന്തോ ഒക്കെ ഒരു ഇത് അതിൻ്റെ പിന്നിലുണ്ട്. അത് ഞങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹം നേരിട്ട് വന്നിരുന്നെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. ആര്? അല്ല, അത് അന്നേരം പറയാമായിരുന്നു. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ട കാര്യങ്ങളുണ്ട്, അന്നും പ്രശ്നങ്ങളുണ്ടാകും. അതായത് ഇപ്പോൾ വെള്ളാപ്പള്ളി നേരിട്ട് വന്നതുകൊണ്ട് ഞങ്ങൾ മാറ്റി വെച്ചു, അതൊന്നുമില്ല. ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയും. ആരുടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തലപ്പത്തിരിക്കുന്ന ആൾ വരുന്നതാണ് ഈ ഒരു, അതല്ല, ഒരു സമുദായത്തിൻ്റെ ഏത് സമുദായങ്ങൾ തമ്മിൽ ഐക്യം ഉദ്ദേശിക്കുന്നു ആ സമുദായത്തിൻ്റെ. ഞങ്ങളല്ലല്ലോ ആവശ്യപ്പെട്ടത് വെള്ളാപ്പള്ളി നടേശനല്ലേ. അപ്പോൾ അതേ അല്ലേ ബോർഡ് തീരുമാനം എടുത്തേച്ച് ഇതൊക്കെ ഞങ്ങളുടെ ഇങ്ങനെ തീരുമാനമുണ്ട്. ഇതൊരു രൂപരേഖ ഉണ്ടാക്കണ്ടേ, അല്ലാതെ ചുമ്മാ ഞങ്ങൾ അവിടെ തീരുമാനിച്ചു ഇവിടെയും തീരുമാനിച്ചു എന്ന് പറയാൻ പറ്റേ. എന്തെല്ലാം കാര്യങ്ങളിൽ എന്തെല്ലാം നിലപാടുകൾ സ്വീകരിക്കും അതിനൊരു രൂപരേഖ വേണ്ടേ? അതൊന്നും ഇല്ലാതെ തന്നെ അങ്ങ് ബാക്കി എല്ലാം ആയി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഞങ്ങൾ ഐക്യത്തിലൊന്നും ആയില്ല. അതിൻ്റെ ആരംഭഘട്ടത്തിലേക്ക് വന്നതേ ഉള്ളൂ. അപ്പോഴേ തന്നെ അതൊരു വേറൊരു രാഷ്ട്രീയക്കാരനെയാണ് അതിനെ ചർച്ചയ്ക്ക് വിടുന്നത്. ഇപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് രഹസ്യം എന്തോന്നാന്ന് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമുണ്ട്.
അല്ല ഉണ്ടായില്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം ഞങ്ങൾ ഉണ്ടെന്ന് വരും. പിന്നെ നടന്നില്ല. അത് തന്നെ. ആര് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് നമ്മൾ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്, ഹൈന്ദവനും ഒന്നിക്കേണ്ടത് ആവശ്യമാണ് എന്ന് പറയേണ്ടി വന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ ശരി.